ഇന്ത്യയിൽ ധനുഷിന്റെ രായനെയും കടത്തിവെട്ടി ഡെഡ്പൂൾ ആൻഡ് വോൾവെറിൻ ആദ്യദിന കളക്ഷൻ പുറത്ത്. ബോക്സ് ഓഫീസിൽ ഹോളിവുഡ് ചിത്രം ഡെഡ്പൂൾ ആൻഡ് വോൾവെറിൻ, ധനുഷിന്റെ രായൻ എന്നിവയ്ക്ക് മികച്ച തുടക്കം. ആദ്യദിനം 12.5 കോടി രൂപയാണ് ധനുഷ് നായകനായെത്തിയ ചിത്രം ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ സംവിധാനവും ധനുഷ് തന്നെയാണ്. ആദ്യദിനം ഇന്ത്യയിൽ നിന്ന് ധനുഷ് ചിത്രത്തിനും മുകളിൽ കളക്ഷൻ നേടാൻ മാർവലിന്റെ ഡെഡ്പൂൾ ആൻഡ് വോൾവെറിൻ സാധിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 21.5 കോടി രൂപയാണ് ചിത്രം ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് 11.7 കോടി രൂപയും ഹിന്ദി പതിപ്പ് 7.5 കോടി രൂപയും തെലുങ്ക് തമിഴ് പതിപ്പുകൾ ഓരോ കോടി വീതവും സ്വന്തമാക്കിയിട്ടുണ്ട്. റയാൻ റെയ്നോൾഡ്സ് ഡെഡ്പൂൾ ആയും ഹ്യൂ ജാക്ക്മാൻ വോൾവെറിൻ ആയും എത്തിയ ഡെഡ്പൂൾ ആൻഡ് വോൾവെറിൻ ഒട്ടുമിക്ക ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ആഗോളതലത്തിലും മികച്ച തുടക്കമാണ് ചിത്രം നേടിയത്. ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിനം ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ 6ാം സ്ഥാനത്താണ് ഡെഡ്പൂൾ ആൻഡ് വോൾവെറിൻ. ആദ്യ ദിനം 53.10 കോടി രൂപ രാജ്യത്തുനിന്നും സ്വന്തമാക്കിയ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ആണ് ഒന്നാമത്. ധനുഷിന്റെ കരിയറിലെ 50ാമത്തെ ചിത്രമാണ് രായൻ. വമ്പൻ മേക്കോവറിൽ താരമെത്തുന്ന ചിത്രം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് നിർമ്മിക്കുന്നത്. കാളിദാസ് ജയറാമും സുന്ദീപ് കിഷനുമാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. AR റഹ്മാനാണ് സംഗീത സംവിധാനം. ധനുഷിന്റെ 3ാം സംവിധാന സംരംഭമാണ് രായൻ. 2017 പുറത്തിറങ്ങിയ പാണ്ഡ്യയാണ് ധനുഷ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം. മലയാളി താരങ്ങളായ മാത്യു തോമസ്, അനിക സുരേന്ദ്രൻ, പ്രിയ വാര്യർ എന്നിവർ മുഖ്യവേഷങ്ങളിലെത്തുന്ന നിലവുക്ക് എന്മേൽ എന്നടി കോപം എന്ന ചിത്രവും ധനുഷ് സംവിധാനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ തിരക്കഥയും ധനുഷിന്റേത് തന്നെയാണ്.